വെള്ളിയാഴ്ച ഇടിവിലാണ് വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി 207 പോയിന്റോളം നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. തിങ്കളാഴ്ചത്തെ സെഷനിൽ അനലിസ്റ്റുകൾ നിർദ്ദേശിക്കുന്ന കുറച്ച് ഓഹരികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇൻട്രാഡേ ട്രേഡിനായി നിർദ്ദേശിക്കുന്ന ഓഹരികളായതിനാൽ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഓഹരികൾ ഉൾപ്പെടുത്താവുന്നതാണ്. വേദാന്ത ഓഹരികളാണ് ഇതിലാദ്യം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഓഹരി 0.618 ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതായി കാണാം. തുടർന്ന് ഒരു സ്ട്രോങ് ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് അതിന്റെ 20, 50, 100, 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴെയാണ് വ്യാപാരം ചെയ്യുന്നത്. ഇതും ബെയറിഷ് ട്രെൻഡിനെ തന്നെ സൂചിപ്പിക്കുന്നു. മാത്രമല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും 46.83 നിൽക്കുന്നത്. മൊമെന്റം ദുർബലമാകുന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത്. അതിനാൽ ഓഹരിയിൽ ഷോർട്ട് പൊസിഷൻ എടുക്കാനാണ് ബൊണാൻസയിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത്. സെൽ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ 396 രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത്. 423 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത്. വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ വേദാന്ത ഓഹരികൾ 1.5% നഷ്ടത്തിൽ 413 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു മാസത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ 10% ഓഹരി നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. നവീൻ ഫ്ലൂറൈന്റെ ഓഹരികളിൽ ലോങ് പൊസിഷൻ പരിഗണിക്കാവുന്നതാണ്. 4710 രൂപയാണ് ടാർഗറ്റ് വില. സ്റ്റോപ്പ് ലോസ് 4326 രൂപയിൽ വെക്കാവുന്നതാണ്. വെള്ളിയാഴ്ച 2.5% നേട്ടത്തിൽ 4448 രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത്. ഇയർട്ടിൽ ഡേറ്റിൽ ഓഹരി 38% പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് മറ്റൊരു ഓഹരി. ഓഹരി ഡെയിലി ചാർട്ടിൽ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്തതായി കാണാം. മാത്രമല്ല കൺസോളിഡേഷൻ ഹൈയിൽ റെസിസ്റ്റൻസും നേരിട്ടിട്ടുണ്ട്. അതിനാൽ 675 രൂപയ്ക്ക് താഴെ ഷോർട്ട് പൊസിഷൻ എടുക്കാവുന്നതാണ്. 650 രൂപയാണ് ടാർഗറ്റ് വില. 690 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. LKP സെക്യൂരിറ്റീസിലെ രൂപകതയാണ് ഈ ഓഹരിയുടെ സജഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 4% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 712 രൂപയിൽ വ്യാപാരം ആരംഭിച്ച ഓഹരി 678 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു കൺസോളിഡേഷൻ ബ്രേക്ക്ഔട്ട് നടത്തിയതിനു ശേഷം TCS ഓഹരിയിൽ പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നും രൂപക് അഭിപ്രായപ്പെടുന്നു. ഷോർട്ട് ടേമിൽ ഒരു റാലി സ്റ്റോക്കിൽ ഉണ്ടായേക്കാം. RSI ബുള്ളിഷ് ക്രോസ് ഓവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഷോർട്ട് ടേമിൽ ഓഹരി 3700 രൂപ വരെ പോയേക്കാം. 3200 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. 1.5% മുന്നേറിയ ഓഹരി 3448 രൂപയിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. പ്രതിവാര അടിസ്ഥാനത്തിൽ 5% മുന്നേറാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. ബന്ധൻ ബാങ്ക് ഓഹരിയാണ് മറ്റൊന്ന്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഓഹരി കൺസോളിഡേഷന് ശേഷം ഇടിഞ്ഞതായി കാണാം. 200 ഡേ ഡെയിലി മൂവിംഗ് ആവറേജിൽ ശക്തമായ റിജക്ഷൻ നേരിട്ടതായി കാണാം. സെന്റിമെന്റ് നെഗറ്റീവായി തുടരുന്നതിനാൽ കൂടുതൽ ഇടിവ് ഓഹരിയിൽ ഉണ്ടായേക്കാമെന്നാണ് അനുമാനിക്കുന്നത്. ഓഹരിയിൽ ഷോർട്ട് പൊസിഷൻ കൺസിഡർ ചെയ്യാമെന്ന് രൂപക് പറയുന്നു. 160 രൂപയാണ് ടാർഗറ്റ് വില. 173 രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. കഴിഞ്ഞ സെഷനിൽ 3% ഇടിവ് ഓഹരി പ്രകടമാക്കിയിരുന്നു. 165 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഓഹരി ഒരു മാസത്തിൽ 13% മുന്നേറിയതായി കാണാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്നത് റിസ്ക് ഉയർന്നതിനാൽ ഇത്തരം ഓഹരികളിൽ ട്രേഡ് ചെയ്യുന്നതിന് മുൻപ് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക.